കൂടുതലായിട്ടും എൽബോയിൽ കാണുന്ന പരിക്ക് ടെന്നീസ് എൽബോ ആണ്. കൂടുതലായിട്ടും നമുക്ക് ഈ റാക്കറ്റ് ഗെയിംസ്, അത് എന്ന് വെച്ചാൽ ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുക, നമ്മളുടെ എൽബോയുടെ ഔട്ടർ ഭാഗത്ത് വെച്ചാൽ ഈ പുറം ഭാഗത്ത് ഉണ്ടാകുന്ന വേദനയാണ് ടെന്നീസ് എൽബോ. ടെന്നീസ് എൽബോയിൽ നമുക്ക് പലർക്കും ചിലപ്പോൾ യൂറിക് ആസിഡ് ഉണ്ടാകുന്നതുകൊണ്ട് വരാം. ടെന്നീസ് എൽബോ ഉണ്ടാകുന്നവർക്ക് യൂഷ്വലി ഷോൾഡർ മസിൽസിനും വീക്ക്നെസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർക്ക് ഫിസിയോതെറാപ്പിയും മരുന്നുകൾ വഴിയും കൊണ്ട് ഒരു 95% ടെന്നീസ് എൽബോയും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. വളരെ ചെറിയൊരു പെർസെന്റ് എന്ന് വെച്ചാൽ ഒരു 4% ആൾക്കാർക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. 1% ആൾക്കാർക്ക് നമുക്ക് കീഹോൾ സർജറി വഴി, എൽബോയിലെ കീഹോൾ സർജറി വഴി നമുക്ക് ഈ ടെന്നീസ് എൽബോയിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളും കിംസ് ആശുപത്രിയിൽ എൽബോയുടെ കീഹോൾ സർജറി നമ്മൾ ടെന്നീസ് എൽബോയ്ക്കും ആവശ്യം ഉള്ളവർക്ക് വേറെ ട്രീറ്റ്മെന്റ് കൊണ്ട് ടെന്നീസ് എൽബോ പോകാത്തവർക്ക് കീഹോൾ വഴി നമ്മൾ ചികിത്സിക്കുന്നതാണ്.